മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് വിചാരിച്ച ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഷൂട്ടിന് രാവിലെ തന്നെ മോഡലിനെ വിളിച്ചാലും മോഡൽ എണീറ്റിട്ടില്ല. അപ്പൊ ഞാനാണെങ്കിൽ 7 മണിക്ക് എണീറ്റ് ഇവിടെ എത്താനായി. ഇപ്പൊ 8 മണിയായി. ഇനിയിപ്പോ മോഡലിനെ പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് പ്ലാനോ ഒന്നുമില്ല. പൊതുവെ നമ്മ അങ്ങനെ തന്നെയാണ് ഷൂട്ട് എടുക്കുമ്പോ ഒരു പ്ലാനും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പോവുക. പക്ഷെ ഫോട്ടോസ് കിട്ടാറുണ്ട്. ഒരു ഐഡിയ വെച്ചിട്ട് ഇതുവരെയായിട്ട് ഞാനൊരു ഷൂട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോ മോഡല് എണീറ്റോ അറിയില്ല. ഇനിയിപ്പോ അവളെ കോൾ ചെയ്ത് നോക്കണം. നമ്മളെ ഇൻസ്റ്റയില് അത്യാവശ്യം നമ്മളെപ്പോഴും കൊളാബ് ഇടുന്ന ഒരു കുട്ടിയാണ്. അശ്വതി പ്രമോദ് എന്നാണ് പേര്. അപ്പോ അവളെ വീട്ടിൻ്റെ അടുത്ത് എത്താനായി. ഗൈസ്, റെയിൽവേ ഗേറ്റ് അടച്ചു ഗൈസ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. തീവണ്ടി പോയിട്ട് പോവാ. ഒരു കഷ്ടമാണ്. രാവിലെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ലൈറ്റ് ഉണ്ടാവും. അയ്യോ, ഇനി എത്ര ടൈം വരെ വെയിറ്റ് ചെയ്യണമെന്നായിരിക്കും. ഗൈസ്, അതാറ്റം താഴെ വെക്കുക ഗൈസ്. ആടിക്കളിക്കുന്നുണ്ട് ഗൈസ്. തിരിച്ചിട്ട് വരാം. തുറക്ക കിട്ടുന്നില്ലേ? ഏതാ വട്ടം നോക്കിയതുണ്ടായി. എവിടെയാ പോണ്ട്? സീറ്റ് ബെൽറ്റ് എടുക്ക. അടിക്കുന്ന ഏടെ തളിപ്പറമ്പാ? അത് എവിടെയാന്നറിയാ? റീൽസ് ഉണ്ട്. അതിന്റെ അടുക്ക് അന്ന് അയച്ചു തന്നതുണ്ടോ? നോക്കിയ ചായ കുടിച്ചാ? നീ ഇന്നലെ അല്ല മിനിയാന്നല്ലേ ചായ ഒന്നും കുടിച്ചിട്ട് നീ കുടിച്ചാ? ഇല്ല, മിനിയാന്നൊന്നും അയച്ചു തന്നിട്ടല്ല. നീ ഇന്നലെ അല്ല ഹോസ്പിറ്റലിന്റെ ചായ കുടിച്ച? നീ? ഞാന് ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാല് കുടിച്ചു. ഗുളിക ഉണ്ടായി. ചായ ആയിട്ടില്ല. ഗുളിക ഉണ്ടായോണ്ട് അത് തിന്നത്. അല്ല, അതൊന്നുമില്ല. ആവുന്നത്രല്ലേ സമയമാണ് നിൽക്കുന്നത്. ആരായിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങോട്ട് അയച്ചതാ. ഞാൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നിന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. ഏത് അക്കൗണ്ട് അറിയില്ലല്ലോ. 3-4 അക്കൗണ്ട് ഇല്ലോണ്ട്. അത് തന്നെ തപ്പി കണ്ടുപിടിക്കുന്നത്. വീണ്ടും ഗേറ്റ് കിട്ടി ഗൈസ്. അയ്യോ, ലിഫ്റ്റിക്ക് ഓവറായി പോയി. നിനക്ക് ലിഫ്റ്റിക്ക് ഓവറായി പോയി. തോണിന്റെ ഇംഗ്ലീഷ് കിട്ടി. എന്താണ് ഇംഗ്ലീഷ് പേര്? കനോയ്. കിട്ടിയ ഫോട്ടോസ് കിട്ടിയ? നമ്മളെവിടെയാ പോകുന്നത്? അമ്പൽപ്പാടത്തിലേക്ക് പോകുന്നു. ഇനി എത്ര കിലോമീറ്റർ പോണോ? 100 മീറ്റർ. സ്ഥലമില്ലേ? ഇല്ലാന്നാ തോന്നുന്നല്ലേ. ഇത് ഫുള്ള് തിരക്കായല്ലാണ്. തിരക്ക് വരെ വിറക്കുവിടെ. ക്യാമറ എല്ലാം ഇല്ല. ഞാനൊന്നും ചെയ്തൊക്കെയല്ലേ വീണു. അയ്യോ, ഇരിക്കണെങ്കി ഇരിക്ക. വേണ്ടാട്ടാ പേടിയാ. ക്യാമറ ഇല്ലാട്ടാ. ഫോണ് കുഴപ്പമില്ല, ക്യാമറ മുഖ്യം. അത്രയുള്ള ആള് പോവും.
അത് വലിയ തോന്നി നമ്മൾ അതിനനുസരിച്ചിട്ട് എടുക്കൂലോ അപകടം പറ്റാത്ത രീതിയിൽ. ഇങ്ങോട്ട് നല്ല ആഴമുണ്ടാ? ആഴമൊന്നുമില്ല, കാണുന്നില്ല, അത്രയല്ലോ. ആഴമില്ലടക്ക് ഇത് ഉണ്ടാവൂല. ആടിയും കണ്ടു കൊറേ ഇതായിട്ട്. ഇതിപ്പോ ഒരു 2 ആഴ്ച ഇങ്ങനെ ആള് വരാൻ തുടങ്ങിയിട്ട്. കണ്ണൂർ വിഷയമില്ലാത്ത ഒരു വാർത്ത അതാണ് ആ ക്യാമറ വന്നിട്ട് എടുത്തിട്ട് വാർത്ത ഇതായി. ഇല്ല, ഞാൻ വിളിക്കാം. ഞാൻ എന്റെ വീട്ടിലെ വെക്കല് പുഴയില്ല, ഞാൻ അപ്പറക്കരെ പോക്കില്ല. എനിക്കൊക്കെയാണ്, എനിക്ക് കണ്ടു കേട്ടാ. നടക്കാനണ്ട ആഴം കണ്ടങ്ങള് അതാ അത്ര ആഴമല്ലോ. അത് ഏതൊക്കെ നടക്കാൻ ഒരു മുട്ടോളം വെള്ളമുണ്ടാവും. ക്യാമറ ഇല്ലോണ്ടാണ് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടല്ലേ. നേരത്തെ ഞാൻ കൊണ്ടുവന്ന പാലക്കാടിലാണ് വന്നിട്ട് പോയത്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ബാംഗ്ലൂരാണ്. ആടി ഇരിക്കുന്നവര് നടുവില്ലവരാ, ആടി ഉണ്ടായിട്ടില്ല, അവര് നടുവില്ല. അമ്പല് പറിച്ചാലോ? പറിച്ചേരാ, പതിക്കായിട്ട പറിക്കട്ടോ, അധികം പറിക്കരാ. ഇവർക്ക് പോവാനന്തീശു അല്ലേ? പറിക്കുന്ന എല്ലാരും കൊറേ പറിച്ചു ആയിട്ടാ. ഞാൻ പറിക്കൂല, നീ പറിക്കണം. ഞാനിവിടെ ഒരു വിധ അങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഏട്ടാ വണ്ടി സ്റ്റോപ്പ് ചെയ്യണ്ട, ഏട്ടാർക്ക് പേടിയാവുന്ന ഏട്ടാ. അതെയാ, പിന്നെ എനിക്കിതെങ്ങനെയാണ് ഫോട്ടോ എടുക്കത്? ഇതെങ്ങനെ ഫോട്ടോ? ആർക്കാണ് ആരാണ് അവരങ്ങനെ ഷോപ്പിന്റെ മുമ്പ് പോയാൽ അങ്ങനെ എന്താ പരിചയമുണ്ടോ? അതെയാ, അവൻ വെള്ള ഡ്രസ്സിൽ വേഗം ചളിയാവും. വണ്ടി നിന്നു ഏട്ടാ, ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന അനുമാന കണക്കന. അയ്യോ, ഒരു 5 നിർത്തുക എന്ന് വെച്ചാൽ എന്നും വരുന്നവർക്ക് ഇത് വേണ്ടേ. ഒരു 5 ആദ്യം പറിച്ചു താ. ഈ ബെൽറ്റ് പറിക്കണോ? അത് പറിച്ചു. ശരിയരുത് ഏണേ, നീ ശരിയല്ലേ? എനിക്ക് നിന്നെയാ പേടി. നീ ചെരിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനങ്ങ് വീണു. എല്ലാരും പോയാ ചെരിഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിലെ ക്യാമറ എത്തിയാടിട്ട് വീണു പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ചാടാൻ പാടില്ല കേട്ടോ. വികുമ്പോ അങ്ങ് തുള്ളാൻ പാടില്ലാത്. ക്യാമറയും കൂടി കൂടെ ചാടട്ടെ എന്ന് പറഞ്ഞെത്തി. അതിനെക്കാട്ടി എന്ത് പറ്റാ, നീ കുറേ എണ്ണം പറിക്കും. എനിക്ക് ഒരു 5-6 പറിച്ചത് ഇല്ല നോക്കില്ല. എന്നാലേ നീ കൊറേ എണ്ണം പറിക്കുന്നു, എന്നെ മനസ്സിലാക്കി കളഞ്ഞു. അത് വേണ്ട, അപ്പോ നല്ലതെന്ന് പറിച്ചു തരാം. ഇതാ വലുത്. കൊറേ പറിച്ച് വെള്ളം കുറവല്ല ഇന്ന്. നമുക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഓടാനില്ല. അതെ അതെ,
എന്താ മുട്ടെന്ന് വെച്ചിട്ട് പേടിച്ചോണ്ടിരിക്കുന്നു. ഇതിന്റെ സൈഡിലേ ആ സൈഡിൽ മുട്ടുന്നു. ആ ഇത് നല്ല ആഴമുള്ള സ്ഥലം ഉണ്ടാ അങ്ങോട്ട് കണ്ട ആ ആ സൈഡിൽ അങ്ങ് ആ അടുക്കിരിക്കും നടുക്ക് കുറച്ചും കൂടി ഇരിക്കും. ആ കുറച്ചുകൂടി ഇത് റെഡിയാക്കാം. നിങ്ങൾക്ക് പേടിയായിട്ടാണ് പിടിക്കാൻ. പേടിയായിട്ടൊന്നല്ല, ഓണാടെ വെക്ക്. ഇനി എടുക്കണ ആയി കൊറച്ചുണ്ട്. ഭയങ്കര വെയിലടിക്കുന്നേ. എന്നാ പൊട്ട് പോവാം. രാവിലെ വരണം. എന്തെയ്യുന്നു? സ്റ്റോറി ഇടുന്നു. ഏതാ സ്റ്റോറി ഇടുന്നു? അമ്പല് അങ്ങനെ ആനയതാണ്. എനിക്കല്ല ആനേനെ കാണാൻ ഭയങ്കര ഇഷ്ടം. നല്ല സുന്ദരനായിട്ടൊന്നും എന്തെന്ന് അവിടുന്ന് കാണും ആനേനെ. ആന നിന്നെ നോക്കുക. ഒളിഞ്ഞോക്കേണ്ട അവസ്ഥ. അവിടെ ഭയങ്കര വെയിലല്ലാണ്. അത് ഫുള്ള് വെയിലാ. തണല് വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഞാനതാ നോക്കിയ. ഇല്ലെങ്കില് അമ്മുമ്മ, കുമ്മണാഞ്ചേരിയിലെ കുമ്മിണി അമ്മുമ്മ. ഈടെ നല്ല തണലുണ്ട്. എന്തായിനി? ആര് കണ്ണാപ്പി? കുടു 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 കുടു. നീയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഡോറ, നീ എവിടത്തേക്കാ പോകുന്നത്? എന്തിനാ പോകുന്നേ? ഇതിലേ കൂടി എങ്ങോട്ടേക്കാണ് പോണ്ടത്? വഴി പറഞ്ഞു തരുമോ? എന്നാ നമുക്ക് മാപ്പിനെ വിളിച്ചാലോ? ഇതൊന്നെ ചെവി പിടിച്ചടക്കുന്നത്. കുളത്തിന്റെ അടുക്ക വെള്ളം. ആ വെള്ളത്തിലേക്ക് എല്ലാരും പോയിട്ട് വരുന്നു. ആ കമ്മല് കെട്ടുന്ന വീഡിയോ എടുക്കണം. ഹലോ ഗായ്സ്. ആമ്പൽപ്പാടത്ത് പോയിട്ട് ഇവള് ഭയങ്കരമായിട്ട് തോണിന്ന് ഭയങ്കര ഒച്ചപ്പാടെല്ലായിട്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോഷൂട്ട് വൈൻഡ് അപ്പ് ആക്കി ഗൈസ്. എന്നിട്ട് നേരെ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി. ആർക്ക് ഉറക്കുന്നുണ്ടായിരുന്നു? ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് ടാഗ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് വെച്ചില്ല. ഊഞ്ഞാലാടുന്ന പോലെ തോണി പോയി കഴിഞ്ഞാൽ പിന്നെ ആരായാലും പേടിച്ചു പോവില്ലേ ഗൈസ്. വേണ്ട കേട്ടാ, വെക്ക സ്ഥലമില്ല. ആ എടുത്തിട്ടേ എന്ത് ചെയ്യും? ഇത് പൊളിച്ചു കളഞ്ഞു നമ്മ. ഇത് ഇവിടെ എടുക്കാൻ വന്നെയാന്ന് ഫോട്ടോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഇത് പൊളിച്ചു കളഞ്ഞു ഗൈസ്. ഇനി എന്ത് ചെയ്യും? നല്ല നല്ല പോസ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരേണ്ടതാണ് ഗൈസ്. നീ പേടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോന്ന്. ഇവിടെ പ്രേതമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ ഇവിടെ പ്രേതമുണ്ട്. തുറന്നു ഗൈസ്. ഹൊറർ വീട്ടിലേക്ക് നമ്മ കേറുകയാണ് ഗൈസ്. ഉറുമ്പുണ്ട് ഗൈസ്, ഉറുമ്പ്. ഇവിടെ ആരും നിക്കില്ല. ഇവക്കൊരു പേടിയില്ല ഗൈസ്. ഇങ്ങനെ പോയത് പഴന്തമി പാട്ടിവളിൽ വേറെ
പാടൂല ഓടിപ്പോവല്ലേ. ഈ ആമ്പലാറ്റ സെറ്റായെങ്കിൽ ഇല്ല, അങ്ങനെ ആമ്പലാവൂലല്ലോ, കാണ്ടം വേണ്ടിണ്ട്. കാന്ത അത് ആമ്പല് വെള്ളത്തിൽ പോയാ നേരത്തെ കുളിച്ചു ഗൈസ്. കണ്ടോ ഇതിനുള്ളിൽ നല്ല സ്ഥലമുണ്ട്, നോക്കിയോ. നല്ല സ്ഥലമുണ്ട്, കുളത്തിന്റെ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വെള്ളം ആമ്പല് ചാടി എന്നാട്ടാ നോക്കിയേ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഗൈസ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് പോലായി ഗൈസ്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടില്ലു, വെയിലും ഇതെല്ലാം ആയിട്ട് രാവിലെ തന്നെ വന്നിട്ട് ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. ക്യാമറ നീ നിലത്തൂക്കുവാ? നമുക്ക് ഇനി എവിടെയാ പോണ്ടത് ഡോറ? എന്ത് ഫുഡാ കഴിക്കേണ്ടത്? ഇപ്പൊ 4 പേർക്ക് ഇതിന്റെ മഞ്ഞുണ്ട്. നീ വലിയ ആളല്ലേ, നമ്മളെ മൈൻഡ് ആക്കുവാ? ഇല്ലല്ല മൈൻഡ് ആക്കൂലല്ല, വലിയ ആളായി കഴിഞ്ഞാൽ മൈൻഡ് ആക്കൂലല്ല. സത്യായിട്ടോ? എന്നിട്ട് പറയാറില്ലേ? മൈൻഡ് ആക്കൂലല്ലേ? എങ്ങനെ ഉണ്ട് എന്ന് പറ. ഇത് കുടിച്ചിട്ടുണ്ടാ? ഞാൻ കുടിച്ചിട്ടുണ്ട്, എറണാകുളത്ത് കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ എന്നിപ്പോ പറഞ്ഞ ഇത് കുടിച്ചിട്ടില്ല, അത് വേറെ കവറിലാണ്. തായ് ബാബ അല്ലേ? കൈ മുറിയോമോ നോക്കട്ടെ, കുടിച്ചോക്കട്ടെ. എങ്ങനെയുണ്ട്? ശരിക്കും തന്നെ അവിടെ ഇഷ്ടണ്ടോ? കുടിച്ചോക്ക്. ചോക്ലേറ്റ് അധ്വാനിക്കാണ്ട് പല വൃക്ഷത്തിന് കായ്വറ വേല കിട്ടൂല. നടാൻ കിട്ടൂട്ടെ. വെള്ളം വരട്ട് വെച്ച പോരാട്ട, ഒരു സസ്യത്തിന്റെ വരട്ട് കൊണ്ടു വെച്ചു വെറുതെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗീതമായാലും ഒരു ഗദ്യമായാലും പദ്യമായാലും ഭക്തന് അങ്ങനെയുള്ള കഴിവുകളുണ്ട്. എന്നിട്ടും മുത്തപ്പൻ നിരാശപ്പെടുത്തിയില്ല കേട്ടോ. ഇപ്പൊ ബാധ്യക്കായ മുട്ടി അങ്ങനെ ആയിരിക്കണം. മുട്ടി, ശിഖരം, കട്നി, കവിത്തം, കടകാമുഖം, മുട്ടി ഒക്കെ പറഞ്ഞിട്ട് കുറേ കൂടെ മതി. അടക്കടയൊക്കെ വന്ന് വന്നത് സാരമില്ല, നിങ്ങൾ കൃത്യമായി പഠിക്കട്ടോ. കൃത്യമായ പൊതുവായിട്ട് ആംഗീകം ഭുവനം യസ്യ അത് പഠിക്കുന്നത്. ആംഗീകം ഭുവനം യസ്യ തം നമോ സാത്വികം ശിവ. ആദ്യം പറഞ്ഞ ആ ചിത്രരൂപം, ആ വിഗ്രഹമായ ഭരതനാട്യമായ ആ രൂപത്തെ വന്ദിക്കുന്ന വഴികളെ കൂടിയാണ് കേട്ടോ. ഞാൻ പഠിച്ചു വരും കേട്ടാ. അപ്പം ഉണ്ടാ പോലെ വലിയ വെച്ചോട്ടാ ഇനി വണ്ണാത്തെ ഇവിടെ സ്വർണ്ണമസം പഠിച്ചിട്ടാ. അങ്ങനെ അനേകം പറയണ്ട കേട്ടോ. എപ്പോൾ പറഞ്ഞു കൊടുത്ത് അപ്പുറമുള്ള കേട്ടിട്ട് കേട്ടോ. ഇത് കേട്ട് പഠിക്കേണ്ട കഴിവ് നിന്നിലുണ്ടാക്കാം.
ബാക്കി കണ്ടിട്ട് തരും. അങ്ങനെ ലക്ഷ്മിയുടെ നിരൂപിക്കാം, നിരീക്ഷണം ചെയ്യാം, പാഠം ചെയ്യുക, മനസ്സിലാക്കുക. യോഗ്യത കുറക്കില്ല. വിദ്യാഭ്യാസത്തിലെത്തി ബിരുദത്തിലെത്തിപ്പോയല്ല സാധേണ്ടത്ര അല്ലേ? പഠിച്ച് മുന്നോട്ട് പോകണ്ടേ? വെറുതെ ഇങ്ങനെ തുഴയാണ്ട് തോണി പോവുക. ഈ കാറ്റിന് ഒരു തുണിക്കൊരയും ഇത് തുണി കെട്ടേണ്ടി വരും. ഞാൻ കാറ്റിന് പോവാൻ ഞാൻ ആ തുണി ഒരു തടസ്സം കൊണ്ടുവന്നാണ് ആ തോണി പോകുന്നത്. ഒരു തടസ്സം വേണം നമുക്ക്. തടസ്സം പഠിക്കൂലും വിഷമല്ല, അത് വിഷമിച്ച് പഠിക്കണം അല്ലേ? വിഷമിച്ച് പഠിക്കൂലും വിഷമിച്ച് പഠിക്കണം എന്നുള്ള കാര്യകണങ്ങളുണ്ട്. കുത്തപ്പ ഭയഭക്തിയോടെ ആവട്ടെ. മുന്നൂറ്റമ്പനാണ് അത്തരമേനെ ബഹുമാനിക്കണം, ഗുരുനാഥനെ ബഹുമാനിക്കണം, സദസ്സിനെ ബഹുമാനിക്കണം, പ്രകൃതിയെ ബഹുമാനിക്കണം. ഇതെല്ലാം അറിയാനുള്ള ഒരു കരുപ്പശക്കരെ മനസ്സിൽ വെച്ചിട്ടില്ല. മുത്തപ്പണ്ടാ പറയാം നേർച്ച കുട്ടിയിലുണ്ട്, അച്ഛനമ്മ എനിക്ക് തരാനുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കാണുന്നു, അത് കൊടുക്കുക. വീട്ടിലാണെന്ന് കൂടിയാണ് ഓർക്കുക. നല്ല കാര്യമാകുമ്പോൾ ഒരു തുഴയാനിട്ട് കരക്ക് കയറി ഇനി തുഴയും വേണ്ട തോണിയും വേണ്ടെന്ന് പറയാം. മറുകരക്ക് വീണ്ടും പോണ്ടി വരും. അപ്പോൾ എന്നോട് ശ്രദ്ധിച്ച് സൂക്ഷ്മം ചെയ്യണം കേട്ടോ. മുത്തപ്പണ്ടാ പറയാം ഭക്ഷണം കഴിക്കാൻ തൃപ്തിയോ കിടക്കുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലേക്ക് എത്താനായി. ഞാൻ മോഡലിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തു, വീട്ടിൻ്റെ അടുത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് വിടലായി. അപ്പോൾ ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ നമ്മളെപ്പോഴും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടണം എന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിലായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫുള്ള് പൊള്ളിപ്പോവും. അപ്പോൾ ആ ഫോട്ടോന് എത്ര എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊരു നാച്ചുറൽ ലുക്ക് കിട്ടൂല. അപ്പോൾ നമ്മളെ മോഡലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എഡിറ്റിങ് അത്ര ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഓളെ പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ തന്നെ തിരിയും, അത് എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. നോർമലി ഇപ്പോൾ എടുത്ത ഫോട്ടോസിൽ അങ്ങനെ തന്നെയാണ് ഇടുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെയിൽ ഒരു ഇഷ്യൂ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആമ്പൽത്തോട്ടത്തിലേക്ക് പോയി. ആമ്പൽത്തോട്ടത്തിലാണെങ്കിൽ നല്ല വെയിൽ. അവിടെ 500 രൂപയാണ് രണ്ടാക്കും കൂടിയിട്ട് ചാർജ് ആയത് ഫോട്ടോ എടുക്കുന്നതിന്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിരുന്നു തോണിക്കാരൻ്റെ എടുക്കുന്നെല്ലാം കിട്ടിയത് ഫോട്ടോഷൂട്ടിന്. അപ്പോൾ കുറേ ആൾക്കാർ കർണാടകയിൽ നിന്നെല്ലാം വന്നിട്ട് കുറേ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മളും കുറച്ച് ഫോട്ടോസ് എടുത്തു. എനക്കാണെങ്കിൽ പേടിച്ച് പറിച്ചിട്ട് ഞാൻ തോണിയിൽ നിന്ന് വീണിട്ടാന്നേ ഇല്ലു. അങ്ങനെ ഞാനും ഇങ്ങനെ പേടിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടില്ല തോണിയിൽ നിന്ന്. പിന്നെ വെയിലും ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് എല്ലാം കുറവായിരുന്നു. പിന്നെ എങ്ങനെയല്ലോ കടിച്ചു പിടിച്ച് നിന്നിട്ടല്ലാന്ന് ഞാൻ ഫോട്ടോസ് എടുത്തേ. ഇല്ലെങ്കിൽ വീടോ നല്ല പെയിനുണ്ടായിരുന്നു. ലാസ്റ്റ് അവരവിടെ കൊണ്ട് ഇറക്കിയൊരു സമാധാനമായി, ശ്വാസം വലിച്ച അപ്പോഴാണ്. പിന്നെ അവിടെ നിന്ന് രാവിലെ ഒന്ന് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു പത്തിരിയും കഴിച്ച്, അവിടെ ഒരു ഏച്ചി ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ തന്നെ. അവിടെ നിന്ന് ഒരു പത്തിരിയും കഴിച്ചിട്ട് നേരെ നമ്മൾ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ അവിടത്തേക്ക് പോയി. അവിടെ പോയിട്ടാണെങ്കിൽ അവിടെയും ഫുള്ള് വെയിൽ. എന്നിട്ട് വെയിൽ എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്കെല്ലാം പോയി നോക്കി. പക്ഷേ എല്ലായിടത്തും ഒരുപോലെ തന്നെയായിരുന്നു അവസ്ഥ. ഇപ്പോൾ രാവിലെ മാക്സിമം ഫോട്ടോ എടുക്കാൻ പോകാൻ പാടില്ല. ഒരു 7 മണി ടു ഒരു 9 മണി വരെ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും. 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസ് കിട്ടൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ ആ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അഥവാ ഷൂട്ടിനെല്ലാം വരുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഫേമസ് ആണ്, കുറേ ആൾക്കാർ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലൊക്കേഷനും കൂടിയാണ്. നമുക്ക് ഇപ്പോൾ ഷൂട്ടിനെല്ലാം പറ്റിയൊരു സ്പോട്ടുമാണ്. നിങ്ങൾക്ക് പോയി നോക്കാം. പിന്നെ ഒരു എൻജോയ്മെൻറ്റും ആണെങ്കിലൊന്ന് ഫാമിലി ആയിട്ട് കറങ്ങുന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ തളിപ്പറമ്പിൽ MRAയിലേക്ക് പോയി. MRAയിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു, 2 ബിരിയാണി കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡാണ്. ലഗോൺ ബിരിയാണി ആയതുകൊണ്ട് എനിക്ക് അത്ര പിടിച്ചിട്ട. ലഗോൺ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നിട്ട് അതും കഴിച്ചിട്ട് അവിടുന്ന് ഒരു പപ്പടവും ചോദിച്ചിട്ട് അവർ തന്നിട്ടില്ല ഗൈസ്. ഇത് ചെയ്യാനാ. MRAയിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പ്ലാത്രയിൽ നിന്നെല്ലാം മേടിക്കുന്ന സമയത്ത് ഒരു പപ്പടം ചോദിച്ചു കഴിഞ്ഞാൽ MRAയിൽ നിന്ന് തരും. അവർ അങ്ങനത്തെ ഒരു ഇത് കാണിക്കലില്ല. പക്ഷെ മറ്റെടുക്ക തളിപ്പറമ്പ് പോയ ടൈമിന് അവർ തരുന്നില്ല. അവർ ഭയങ്കര ഇത് കളിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വെയിറ്ററെ കുറച്ച് നേരം കളിയാക്കെല്ലാം ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ മണ്ടത്തരെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കറിൽ പോയി ഒരു ബബിൾ ടീ മേടിച്ചു.
അപ്പൊ ആ ബബിൾ ടീ അത്ര എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇതാന്ന് മേടിച്ചത്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഇതിന്റെ അടിയിൽ കുറെ ബബിൾ ഉണ്ടായിരുന്നു. അവർക്ക് അതിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, എനിക്കത്ര ഇഷ്ടമായിട്ടില്ല. അത് ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം. 130 റുപ്യേറ്റെങ്ങാണ് ഇതിന് വരുന്നത്. അത് നഷ്ടമാണ്. നിങ്ങൾ വാങ്ങിച്ച് കുടിക്കണ്ടെന്ന് ഞാൻ പറയും. ബബിളിൻ്റെത് നമുക്ക് കുടിക്കണമെങ്കിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഫ്രണ്ടേജിൽ തന്നെ ഉണ്ട് ബബിൾ ടീൻ്റെ. അത് അടിപൊളിയാണ്. അത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പക്ഷെ പൈസ ഓഫറുള്ള ടൈമിന് പോയിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ഇത് നഷ്ടമൊന്നുമില്ല കേട്ടോ. അമ്പലപ്പൂവിൻ്റെ തോണി പോയിട്ടില്ലല്ലോ, ആ തോണിക്കാരൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൊന്ന് ഫാമിലി ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നോക്ക്. ഫോട്ടോഷൂട്ടിനായാലും അടിപൊളിയാണ്. പിന്നെ നമ്മൾ പോയത് പടവിലാണ്, മുത്തപ്പൻ്റെ അമ്പലത്തിൽ. ഓക്ക് ഭയങ്കര മുത്തപ്പൻ ഭക്തിയാണ്. എന്നോട് പറഞ്ഞു പടവിലേക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ പടവിൽ പോയിട്ട് മുത്തപ്പൻ എന്തെല്ലോ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഗൈസ്. അപ്പൊ നമ്മ വിചാരിക്കുന്ന ഏകദേശം ഞാനുമായിട്ട് ബന്ധമില്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് ഞാൻ എല്ലാവരും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. അതങ്ങനെ തന്നെ മുത്തപ്പ പറയുകയും ചെയ്തു. അപ്പൊ എനിക്കെന്തോ ഒരു ഡൗട്ട് തോന്നി, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ, വിശ്വാസം വന്നമായിട്ട് തോന്നുന്നുണ്ട്. അറിയില്ല, എനിക്ക് അങ്ങനെ മുത്തപ്പ പറയുന്നതിൽ ചെറിയ കാര്യമുണ്ട്. അത് ശരി തന്നെയാണ്. ഞാൻ എല്ലാവരും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അവര് നമ്മളെ പറ്റിക്കും. അങ്ങനെയില്ല എന്ന് മുത്തപ്പൻ എന്നോട് പറഞ്ഞേ, അത് സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ പറയണമെങ്കിൽ ആടെ എന്തോ ഇല്ലേ, എന്തെങ്കിലും ഉണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ പറയില്ലല്ലോ. തളിപ്പറമ്പ് നേരെ കുപ്പം, മറ്റേ ഇവിടെ താഴെ തന്നെയാണ്, പടവിൽ നിന്നാണ് അമ്പലത്തിന്റെ പേര്. അപ്പോൾ ഓള് പറയുന്നതിലും എന്തോ ഒരു കാര്യമില്ല മാതിരി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അവളൊപ്പരം പോയ ടൈമിന്, അന്ന് മുന്നേ ഒരു ഷൂട്ട് എടുത്ത ടൈമിന് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് മുത്തപ്പൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അന്നേരം അങ്ങനെയൊന്നും പറയാത്തോണ്ട് എനിക്കത്ര ഇത് തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്ന് എന്നോട് എന്തെല്ലോ പറയുമ്പോ എനിക്ക് അതിലെല്ലാം എന്തെല്ലോ സത്യമില്ലമായിട്ട് തോന്നിപ്പോ. അയ്യോ ഗൈസ്, എന്ത് ചെയ്യാന്. ഞാൻ പിന്നെ പൊതുവെ എല്ലാരെയും അങ്ങ് ട്രസ്റ്റ് ചെയ്ത് പോവും. അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. കറക്റ്റ് പറയുന്നതാണ് എനിക്കെന്തോ ഒരു ഡൗട്ട് തോന്നി. എല്ലാരോടും അങ്ങനെ പറയുന്നില്ല, എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കെന്തോ വിശ്വാസം തോന്നി തുടങ്ങി. പിന്നെ ഞാനിപ്പം നേരെ വീട്ടിലേക്ക് പോയത് ഗൈസ്. ഇപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡാണ്, കരിമാക്കനായി ഗൈസ്. എന്ത് ചെയ്യാനാ, ആ നട്ടപ്പൊരിയുന്ന വെയിലത്താന്ന് ഷൂട്ട് എടുത്തത്. ഇനിയെങ്കിലും ടൈമൊക്കെ നോക്കിയിട്ട് വേണം ഷൂട്ട് എടുക്കാൻ. ഞാനിപ്പോ കുറെ ആയിട്ട് ഷൂട്ട് എടുക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ്, ടൈം നോക്കാണ്ട് പോയിട്ട് ഷൂട്ട് എടുത്തിട്ട് എല്ലാം കോളാവുന്നു. ഇതിനിടക്ക് ഇന്നലെ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട് അതിലും വെയിലിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഫോട്ടോസ് നല്ലതൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇന്ന് ഫോട്ടോസ് നല്ലത് കിട്ടീനി, പക്ഷെ എനിക്ക് കുറച്ചും കൂടി കിട്ടണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാ പിന്നെ നമ്മളെ വ്ളോഗെല്ലാം ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മോഡൽസിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗോപികേനെയും പിന്നെ അശ്വതി പ്രമോദ് എന്നാണ് പേര്, ഗോപിക മധു എന്നാണ് പേര്. ഞാൻ ഇതിൽ അവരെ രണ്ടാൾ ഇൻസ്റ്റ ഐ ഡി മെൻഷൻ ചെയ്യുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണേ. ഓക്കെ ബൈ ഗൈസ്, ഞാൻ പോകുന്നു. ബൈ ബൈ.